Hello all, welcome to CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ടോപ്പിക്ക്? സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ അല്ലേ? അതിലും ഏത് മെത്തേഡാണ്? ലോങ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ കുറേ പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ളൊരു മെത്തേഡായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം കേട്ടോ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. കുറച്ച് വലിയ നമ്പറാണ് അല്ലേ? അപ്പോൾ വലിയ നമ്പേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആകും, അല്ലെങ്കിൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആവും. അപ്പം നമുക്ക് ലോങ് ഡിവിഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ നമ്പർ നമ്മൾ ആദ്യം എഴുതി. ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് നിന്നാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്യുന്നത് 2 2 വെച്ചിട്ടുള്ള ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ 5ഉം 6ഉം ഒരു ഗ്രൂപ്പാണ്, കോമയിട്ട് അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. 7ഉം 4ഉം ഒരു ഗ്രൂപ്പാണ്, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്യരുത്, ബാക്കിൽ നിന്ന് തന്നെ ഗ്രൂപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് കിട്ടി. 5 ഉണ്ട്, 47 ഉണ്ട്, 56 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, നോർമൽ ഡിവിഷൻ അല്ല, നമ്മുടെ സ്ക്വയർ റൂട്ടാണ്. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ രീതിക്ക് ചെയ്യണം കേട്ടോ. എന്താ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ നോക്കി. ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? 5 ആണ് അല്ലേ? 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് ഏതെങ്കിലും രണ്ട് സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 5 എന്ന് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് 5 നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ നോക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, കുഴപ്പമില്ല, താഴെയുള്ളതാണ്. പക്ഷെ 3 സ്ക്വയർ എടുത്താൽ 9 ആണ്. 9 എന്ന് പറയുന്നത് 5-നേക്കാൾ മുകളിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെയുള്ളതാണ് എടുക്കുന്നത്. ഏതാണ്? 4 ആണ് എടുക്കുന്നത് അല്ലേ? 4 എങ്ങനെയാണ് വരിക? 2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 2 × 2 നമുക്ക് 4 വന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതുന്നു അല്ലേ? നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഡിവിഷന് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ താഴെ ചെറിയ നമ്പർ വരണം, അതുകൊണ്ട് താഴത്തത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ ഇറക്കി താഴത്തേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ ഡിഫറൻസ് ഉള്ളത്? ഹിയർ ദേ ആർ എ ഗ്രൂപ്പ്. ഇവരൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ ആയിട്ട് ഇറക്കി എഴുതാൻ പറ്റില്ല. അവർ താഴത്തോട്ട് വരുന്ന ഗ്രൂപ്പായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ 47 ആണ് നമുക്ക് കിട്ടി. ഇപ്പം എന്തുണ്ട്? 147 ഉണ്ട് താഴെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ എന്താ നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ്? 2 + 2 കണ്ടോ? ആ 2 + 2 ആണ് വരുന്നത്. ആരാണത്? 4 ആണ്. കണ്ടോ? നമ്മൾ ഇവിടെ ഇതിന്റെ കൂടെ നമ്മൾ ഇവിടെ എന്ത് എഴുതി? അത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? 4 കിട്ടി. പിന്നെ എന്തുകൂടെ വരും? 4 കൂടാതെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ തന്നെ നമുക്ക് എവിടെയും വരും, സെയിം നമ്പർ തന്നെ മുകളിലും വരും. അത്രേ കണ്ടീഷൻ ഉള്ളൂ കേട്ടോ. ആ നമ്പർ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആ നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അവിടെ 1 ഇടാം, 2 ഇടാം, 3 ഇടാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കണം ഏതാണ് അവിടെ വരേണ്ടതെന്ന്. ഓക്കെ, അതിന് എന്തേ പ്രത്യേകതയുള്ളൂ? ഇവിടെ വരുന്ന നമ്പരും ഇവിടെ വരുന്ന നമ്പരും സെയിം നമ്പർ വരണം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ നമ്പർ കിട്ടണം, ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ വരണം കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ 1 ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 1 ഇടുകയാണ്, അപ്പോൾ ഇവിടെയും 1. അപ്പോൾ 41 × മുകളിലത്തെ 1 എത്ര വന്നു? എനിക്ക് 41 തന്നെ വന്നു അല്ലേ? അപ്പോൾ 147 ആണ്. 41ആയിട്ട് ഒത്തിരി ദൂരമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ 2 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ഇട്ടു, മുകളിലും 2 ഇടുകയാണ്. 42 × 2 84. കുറച്ചുകൂടെ വലുതായി, പക്ഷെ എന്നാലും നമ്മുടെ 147ൻ്റെ അത്രയും വന്നിട്ടില്ല അല്ലേ? നമുക്ക് 3 കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 43 × 3 129 വന്നു അല്ലേ? 129 വന്നു. ഇനി 44 × 4 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 160ക്ക് മുകളിൽ എന്തായാലും പോകും. ഓക്കെ, 16 176 കണ്ടോ? 160ക്ക് മുകളിൽ എന്തായാലും പോകും എന്ന് പറഞ്ഞു. 176 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 176 എന്തായാലും ഈ നമ്പറിൻ്റെ താഴെ എഴുതി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ എവിടെ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് 43 × 3 അല്ലേ? അപ്പം നമ്മൾ കണ്ടീഷൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ? നമുക്ക് ട്രയൽ ആൻഡ് എറർ 1 by 1 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ വരുന്ന നമ്പരും ഇവിടെ വരുന്ന നമ്പരും ഒന്നായിരിക്കണം. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, നമുക്ക് എന്ത് കിട്ടി? 129 കിട്ടി അല്ലേ?
സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര വന്നു? 18 കിട്ടിയോ? കിട്ടി അല്ലെ? ഇനി താഴത്തേക്ക് നമ്മൾ ഇറക്കി എഴുതണം. ആരാ വരിക? 56 ആണ് വരിക അല്ലെ? 5 അല്ല വരുന്നത്, 56 ആണ്. ഇനി നമ്മൾ അടുത്തത് ഇവിടെ എങ്ങനെ നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കുക? നമുക്ക് ഇവിടെ കിട്ടിയതും ഇപ്പൊ നമ്മൾ കൊടുത്തതും അല്ലെ? അപ്പൊ എന്താണ്? 43യും 3യും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 43യും 3യും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 46 ആണ് വരിക അല്ലെ? 46 ആണ് വരിക. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു നമ്പർ ഉണ്ട്, സെയിം നമ്പർ മുകളിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ട പോർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നമ്മൾ ഒരു എക്സ്ട്രാ നമ്പർ കണ്ടുപിടിക്കണം കേട്ടോ, മറന്നു പോരുതേ. അപ്പോ എത്ര വരും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങൾക്ക് 1 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ നമ്പർ ഇട്ട് നോക്കുകയാണ്. എന്താണ്? നമുക്കൊരു 463 into 3 ചെയ്ത് നോക്കാം. ഓക്കെ, 63യും 64ഉം നമുക്ക് എന്തായാലും നോക്കാം. 3 3s are നമുക്ക് 9 വരും. 18 1 1300 സംതിങ് വന്നു അല്ലേ? എങ്കിലും പോരാ, കുറച്ചുകൂടെ വലുത് കിട്ടുമോ നമുക്ക് നോക്കാം. 464 into 4. ഓക്കെ, 16 25. അതേ നമ്പർ കിട്ടിയില്ലേ നമുക്ക്? കണ്ടോ, സെയിം നമ്പർ കിട്ടി. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ. 1 by 1 നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 461 into 1, 462 into 2, 463 into 3, പിന്നെ 464 into 4 വരുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 64ന്റെ 4 ഇവിടെ വന്നു, മുകളിലേക്കും സെയിം നമ്പർ അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടി. ആണോ? ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്പാണ്, ഡിവിഷൻ പോലെ അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരേ പാറ്റേൺ ആണ്, പാറ്റേണിന് വ്യത്യാസമില്ല. ഇത് നിങ്ങൾ ഒരു 2-3 തവണ ചെയ്ത് അങ്ങ് ശീലമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ട് എത്രയാണ്? സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 234 ആണ് കേട്ടോ. 234 is the answer. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് അകത്ത് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കുറച്ച് ചെറിയ നമ്പർ ആണ് അല്ലേ? കമ്പാരിറ്റീവ്ലി നമുക്ക് കുറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പിംഗ്. ഓക്കെ, ബാക്കിൽ നിന്ന് 2 എണ്ണം നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി 70യുടെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16, പിന്നെ 5 സ്ക്വയർ 25, 6 സ്ക്വയർ ആണെങ്കിൽ 36 പറ്റില്ല, 7 സ്ക്വയർ 49, പിന്നെ 8 സ്ക്വയർ 64 ഏകദേശം അടുത്തായി അല്ലേ? 8 സ്ക്വയർ 64. 9 സ്ക്വയർ എടുത്താൽ 81. ആദ്യത്തെ ഗ്രൂപ്പ് 70 ആണ്, അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഏതാ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 8 സ്ക്വയർ ആണ്. സോ 8 സ്ക്വയർ 64, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 വന്നു, 5 6. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ ഇവിടെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടുത്തതും കൂടെ ആഡ് ചെയ്യും അല്ലേ? 8ഉം 8ഉം കൂടെ ആഡ് ചെയ്യും, 16 വരും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു നമ്പർ കൂടെ ഉണ്ട്. അപ്പോൾ 161 into 1 ചെയ്യാം, 162 into 2 ചെയ്ത് നോക്കാം, പോരാ അല്ലേ? അപ്പോൾ 163 into 3 ചെയ്യാം, 164 into 4 ട്രൈ ചെയ്ത് നോക്കാം, കിട്ടി അല്ലേ? നമ്മുടെ സെയിം നമ്പർ തന്നെ കിട്ടി കണ്ടോ. അപ്പോൾ ഇവിടെയും സെയിം നമ്പർ വരണമെന്നേ ഉള്ളൂ. നമ്മൾ 1 by 1 ഇട്ട് നോക്കി, നമുക്ക് 4ലാണ് ആൻസർ വരുന്നത് കണ്ടോ. 0 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ഇറക്കി എഴുതാനും ഒന്നുമില്ല, നമ്മുടെ ആൻസർ ഇവിടെ എൻഡ് ചെയ്യാണ് അല്ലേ? എന്താണ് സ്ക്വയർ റൂട്ട് വരുന്നത്? അപ്പോൾ സ്ക്വയർ റൂട്ട് ഇസ് 84. കിട്ടിയോ എല്ലാവർക്കും? നമ്മുടെ സ്റ്റെപ്പ് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ വെറുതെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് സമയമൊന്നും കളയണ്ട അല്ലേ? പെട്ടെന്ന് തീർന്നില്ലേ? അടുത്ത നമ്പർ നോക്കിയാലോ?
എന്താ വ്യത്യാസമുള്ളത്? കുറച്ച് ആളുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ? ആരാണ്? ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഇനി ഡെസിമലിന് മുമ്പുള്ളതും ഡെസിമലിന് ശേഷമുള്ളതും രണ്ട് രാജ്യങ്ങളായിട്ട് നിങ്ങൾ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി കേട്ടോ. അവർ രണ്ട് വ്യത്യസ്ത ആൾക്കാരാണ്, അവർ തമ്മിലൊരു റിലേഷനും ഇല്ല, അവരെ നമ്മൾ ഒരുമിച്ച് എടുക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ കോമ ഇടുന്നത് ഡെസിമലിന് മുമ്പുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ 6ഉം 5ഉം ഒരു ഗ്രൂപ്പ്, 5 അതിന് മുമ്പത്തെ ഗ്രൂപ്പ്. ഇനി 9ഉം 6ഉം അവരൊരു ഗ്രൂപ്പാണ്. പിന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഗ്രൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്താണ് കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? നമ്മുടെ 5 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 4 ആണ്. 2 സ്ക്വയർ 2 × 2 4, സബ്ട്രാക്ട് ചെയ്തു 1. താഴത്തേക്ക് ഇറക്കി എഴുതുകയാണ് നമ്മൾ. 56 ഗ്രൂപ്പായിട്ടാണ് ഇറക്കി എഴുതുന്നത്. അടുത്ത ഡിജിറ്റ് എന്ത് വരും? 2 + 2 നമുക്ക് 4 കിട്ടും അല്ലേ? ആൻഡ് റൈറ്റ് സൈഡിൽ 1 മോർ ഡിജിറ്റ് നമ്മൾ പതുക്കെ കണ്ടുപിടിക്കണം. 41 × 1 ആണെങ്കിൽ 41 വരും. ഓക്കെ, 42 × 2 ആണെങ്കിൽ 84 കിട്ടും. കുറച്ചുകൂടെ വലുതാണോ നോക്കാം. 43 × 3 ആണെങ്കിൽ 129 കിട്ടും. ഇനി 44 വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും ഇതിൽ വലുതായിരിക്കും, അതുകൊണ്ട് നമ്മൾ അവിടെ NT ആണ്. 43 × 3 ഓക്കെ 129 കിട്ടും. നമ്മുടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 27 കിട്ടും. ഓക്കെ ഓക്കെ ഇനി നമ്മൾ അടുത്ത താഴത്തോട്ട് ആരെയാണ് ആർക്ക് എഴുതുന്നത്? 9 6 ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് മുമ്പ് ആരുണ്ട്? ഡെസിമൽ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ആ ഡെസിമൽ കൊടുത്താലേ നമുക്ക് 9 6നെ താഴത്തോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഡെസിമൽ കൊടുക്കണം എന്നൊരു ചേഞ്ചേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ച് ഇവിടെ വരുന്നില്ല. വീണ്ടും ഇതുപോലെ തന്നെ 43ഉം 23 അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇപ്പൊ എടുത്തത് നമ്മൾ 3 ആണ് കേട്ടോ. 43യുടെ ആള് 3 ആണ്. 43ഉം 3ഉം കൂടെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 2ഉം കൂടെ കൺസിഡർ ചെയ്യരുതേ. 43ഉം 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. സോ 46 ആണ്. ആൻഡ് റൈറ്റ് സൈഡിൽ ആരും ഉണ്ട്? ഇവിടെയും അതേ ആള് തന്നെ ഉണ്ട് അല്ലേ? ഇനി 461 × 1 ആണെങ്കിൽ 461 ആണ്. 462 × 2 ആണെങ്കിൽ 412 924 ആണ് അല്ലെ? നമുക്ക് വലിയ നമ്പർ ആണ്, 4 ഡിജിറ്റ് ആണ്. അടുത്തതിലേക്ക് പോവാം. അപ്പോഴും ആയിട്ടില്ല അല്ലെ? ഇപ്പൊ നമുക്ക് കുറച്ച് വലിയ നമ്പർ നോക്കാം. എന്തായാലും 2000 അടുത്ത് പോലും എത്തിയിട്ടില്ല. 5ലൊന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോഴും ചെറുതാണ് അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഓക്കെ കിട്ടിയില്ലേ? അതേ ആൻസർ തന്നെയാണ് അല്ലെ? അപ്പൊ 6 കൊടുക്കാൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഇറക്കി എഴുതാനും നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ആൻസർ ഇവിടെ NT ആണ്. അപ്പൊ എന്താണ് കിട്ടിയത്? നമുക്ക് സ്ക്വയർ റൂട്ട് 23.6. പോയിന്റ് വന്നപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നോ? പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല അല്ലെ? നമ്മൾ അടുത്ത ഡിജിറ്റ് ഇറക്കി എഴുതുന്നതിന് മുമ്പായിട്ട് ആ പോയിന്റ് മുകളിൽ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഗ്രൂപ്പിംഗിൽ വന്ന വ്യത്യാസം, ഗ്രൂപ്പിംഗിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഒരെണ്ണം കൂടെ നോക്കിയാലോ. 5.76 അല്ലേ? ഇതിനു മുമ്പ് ഒരാളും ഇതിനു മുമ്പ് വേറൊരാളും ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ആകെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. പോയിന്റിന് മുമ്പ് 2 സ്ക്വയർ 4, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. അടുത്ത ആൾക്കാരെ കിട്ടണമെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ പോയിന്റ് ഇട്ട് കൊടുത്തപ്പോൾ അടുത്ത ആൾക്കാർ താഴത്തോട്ട് പോകുന്നു. സോ വീണ്ടും 2 + 2 4 ആണ്. റൈറ്റ് സൈഡിൽ ആരോ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 44 × 4 കിട്ടിയില്ലേ? എന്താ നമ്മുടെ ആൻസർ? 2.4 ആണ്. നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആയോ ലോങ് ഡിവിഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ നവോദയയുടെ 9th ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സസ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡെമോ സെഷൻ അവൈലബിൾ ആണ്. നമുക്ക് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെൻറ്റർ ഉണ്ടാകും. മോക്ക് ടെസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ
ടൈം ലിമിറ്റിൽ നമുക്ക് എക്സാം ഫിനിഷ് ചെയ്യാൻ പഠിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്